ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ നിരവധിയായ സിനി ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിലും ഞെട്ടലോടെ കൂടിയാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ മുതിർന്ന മഹിളാ നേതാവ് 2006 മാരാരിക്കുളത്ത് മത്സരിച്ച സിമി റോസ്ബെൽ ജോൺ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഇന്നലെ പറയുകയാണ്, കേരളത്തിലെ കോൺഗ്രസിലും സമാനമായ രീതിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന കോൺഗ്രസിൽ നടമാടുന്നു എന്നുള്ളത് തന്നെയാണ്. വി.ഡി. സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ക്യാബിനറ്റ് റാങ്കിലിരിക്കുന്ന വി.ഡി. സതീശനാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്നാണ് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞത്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിലുണ്ട്. അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്നവർക്ക് മാത്രം നേതൃത്വത്തിലേക്ക് വരവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഉൾപ്പെടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ഉൾപ്പെടെ, സ്ഥാനാർത്ഥിത്വങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നു വരുന്നത് അത്തരത്തിലുള്ള പവർ ഗ്രൂപ്പിന്റെ നിർദ്ദേശാനുസരണം അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നവർക്ക് മാത്രമാണ്. അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് സിമി റോസ്ബെൽ ജോൺ എന്ന AICC അംഗം പൊതുമണ്ഡലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ AIYF രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സമരം ആരംഭിക്കുന്നത്, ഈ പ്രതിഷേധം ആരംഭിക്കുന്നത് ഈ പറവൂരിന്റെ മണ്ണിൽ നിന്നുമാണ്. പറവൂരിൽ നിന്നും ഈ സമരത്തിന് തുടക്കം കുറിക്കുവാൻ AIYF തീരുമാനിക്കുവാനുണ്ടായ സാഹചര്യം പറവൂരിനെ പ്രതിനിധീകരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ആ പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന് ആ പ്രസ്ഥാനത്തിന്റെ തന്നെ നേതാവ്, ദേശീയ നേതാവ് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ നിലപാട് വ്യക്തമാക്കണം. വി.ഡി. സതീശൻ മൗനം വെടിയേണ്ടതാണ്. വി.ഡി. സതീശൻ ആർജവത്വമുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും നിലപാട് സ്വീകരിക്കുകയും പറയുകയും ചെയ്ത നേതാവാണ് വി.ഡി. സതീശൻ. സിനിമാ പ്രവർത്തകർക്ക് ഉൾപ്പെടെ, മുകേഷ് MLA ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശൻ. ആ കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. സമാനമായ അഭിപ്രായം തന്നെയാണ് അത്തരം കാര്യങ്ങളിലുള്ളത്. നമ്മുടെ സഹോദരിമാർക്ക് തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുവാൻ അവസരം നൽകാത്തത് ഏത് MLA ആണെങ്കിലും, ഏത് ഉന്നതനാണെങ്കിലും, ഏത് പൊന്നു തമ്പുരാനാണെങ്കിലും ശക്തമായ നടപടിക്ക് വിധേയമാകണം. ആ നിലപാടിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ വി.ഡി. സതീശനോട് പറയാനുള്ളത്, ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ അന്വേഷണം നേരിടാൻ തയ്യാറാകണം. നിങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം അന്വേഷണം നേരിടാൻ തയ്യാറാകണം. ഈ സ്ഥാനത്ത് തുടരുവാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന ഒരു പുനർവിചിന്തനം നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ആ പുനർവിചിന്തനം നടത്താൻ നിങ്ങൾ തയ്യാറാകണം.